എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. അതുപോലെ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഈ ഇൻഡെക്സിൻ്റെ ഓപ്ഷൻസിൻ്റെ ആ ഒരു ചാർട്ടും കൂടി നമ്മൾ അനാലിസിസ് ചെയ്യും ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അക്കും ഡ്രഗ്സ് ആൻഡ് ഫാർമ എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 640 രൂപ 10 പൈസയാണ്. ഓക്കെ, ഇത് ഏകദേശം ഒരു ഓഗസ്റ്റ് ആ ഒരു ടൈമിൽ IPO നടന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. സോ ഓൾറെഡി മാർക്കറ്റ് ഒരു സൈഡ് വേസ് എന്ന രീതിയിലേക്ക് പോയി. ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ എന്ന രീതിയിൽ മാർക്കറ്റ് ഡൗൺ വന്നു. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന രീതിയിൽ മാർക്കറ്റ് മുകളിൽ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഈ ഒരു ലോ ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി മാർക്കറ്റ് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1000-1200 ആ റേഞ്ച് വരെ പോയതാണ്. ഓക്കെ, അതിനുശേഷമാണ് മാർക്കറ്റ് ഒന്ന് അക്യുമുലേറ്റ് ചെയ്തത്. അതിനുശേഷം തിരിച്ച് താഴെ ഇറങ്ങുന്ന പോലെ ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പർ സർക്യൂട്ട് എന്ന രീതിയിൽ 5% വെച്ച് കയറുന്നുണ്ട്. സോ ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ലോങ് ടേമിന് നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. കാരണം ഇത് ഹെൽത്ത് ടെക്നോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഒരു 3 മാസമായിട്ടുള്ളൂ ഇതിൻ്റെ IPO നടന്നിട്ട്. സോ ഡെഫിനറ്റ്ലി ലോങ് ടേമിന് നല്ലൊരു സ്റ്റോക്കും കൂടിയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സിഗൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. NSEയുടെ സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കും IPO നടന്നിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമായുള്ളൂ. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 323 രൂപ 20 പൈസയാണ്. സോ ഈ ഒരു സ്റ്റോക്കാണെങ്കിലും സെയിം അതേപോലെ ഒരു അക്യുമുലേഷൻ ഫേസ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്ന് ഒരു മാനിപ്പുലേഷൻ എന്ന രീതിയിൽ മാർക്കറ്റ് ഡൗൺ എന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് കയറി വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് തിരിച്ച് ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് ഒന്ന് വന്നിട്ട് കയറാനുള്ളൊരു പോസിബിലിറ്റിയും കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുക്കാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി അതുപോലെ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിലെല്ലാം ലിക്വിഡിറ്റി ഉണ്ട്. ഇതൊരു അക്യുമുലേഷൻ എന്ന രീതിയിൽ പോയതുകൊണ്ട് ഇവിടെ ലിക്വിഡിറ്റീസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ആൻഡ് ഇത് പുതിയതായിട്ട് IPO നടന്ന കമ്പനി കൂടിയാണ്. ലോങ് ടേമിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സഗിലിറ്റി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 28 രൂപയാണ്. ഇതും ഒരു ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. നവംബർ 12 ഇതിൻ്റെ IPO നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത് ഡെഫിനറ്റ്ലി ഇതും കയറി വരാനുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 28 രൂപയായതുകൊണ്ട് ഇത് വളരെ ചെറിയൊരു ഡിസ്കൗണ്ട് പ്രൈസ് എന്ന രീതിയിലാണ് ഇതിപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ആൻഡ് ലോങ് ടേമിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കും കൂടിയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ACME സോളാർ ഹോൾഡിങ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 245 രൂപ 65 പൈസയാണ്. ഇതും ഏകദേശം ഒരു നവംബർ 13 IPO നടന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൻ്റെ IPO നടന്ന ശേഷം ഇത് ഒരുപാട് വലിയ മൂവ്മെൻ്റ് ഒന്നും നൽകിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2-3 സ്റ്റോക്കുകളും വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് എന്ന രീതിയിൽ പോയിട്ടില്ല. ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സോളാർ അല്ലെങ്കിൽ ഒരു റിന്യൂവബിൾ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സോ ലോങ് ടേമിന് നല്ലൊരു സ്റ്റോക്കും കൂടിയാണ്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇത് നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് വരാനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് നമ്മളിപ്പോൾ ഇവിടെ പ്ലോട്ട് ചെയ്തത്. അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ഇത് അടുത്ത ആഴ്ച വാങ്ങി നമ്മൾ ഈ 10% എന്ന രീതിയിൽ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ലോങ് ടേമിനും നല്ല സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്തത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് ഫിൻ നിഫ്റ്റി ഇതിൻ്റെ ഇൻഡെക്സും കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ആ ഒരു ഡൗണിലേക്ക് മാർക്കറ്റ് ഒന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. ബട്ട് തിരിച്ച് ചെറിയൊരു കയറ്റം കയറുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇവിടേക്ക് എത്താനുള്ളൊരു പോസിബിലിറ്റി സ്റ്റില്ല് ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ ഒരു സ്ഥലത്ത് നിന്ന് പുട്ട് ഓപ്ഷൻ വാങ്ങിയവർക്ക് തീർച്ചയായിട്ടും ആ ഒരു 10% വളരെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. നിഫ്റ്റി പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അവിടെ നിന്ന് മുകളിലേക്ക് ഇറങ്ങി വീണ്ടും താഴെ ഇറങ്ങി. രണ്ടാമത്തെ ടാർഗറ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ രണ്ടാമത്തെ ടാർഗറ്റ് ജസ്റ്റ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം ടാർഗറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി എടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഒരു 50% ആണ്
വരാനുള്ളൊരു പോസിബിലിറ്റി. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ നിഫ്റ്റിയും നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ മാർക്കറ്റ് ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ഫിൻ നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും സെയിം അതേപോലെ മാർക്കറ്റ് ഒന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഒന്ന് താഴെ ഇറങ്ങി ഇവിടുത്തെ ലിക്വിഡിറ്റി ഒന്ന് ടേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറി സ്റ്റിൽ ഈ ഒരു ലിക്വിഡിറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 50% ഇത് സ്റ്റിൽ താഴേക്ക് ഇനിയും ഇറങ്ങിയിട്ടില്ല. വരും ദിവസങ്ങളിൽ താഴെ ഇറങ്ങാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.